ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് ദുബൈയിലെ ഒരു സിറ്റി ടൂർ ആയല്ലോ. അപ്പൊ സ്വപ്നങ്ങളുടെ നഗരം അതാണ് ദുബൈ. അപ്പൊ സ്വപ്നങ്ങളുടെ നഗരമായ ദുബൈ സിറ്റി ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബുർജ് ഖലീഫ, ആകാശത്തെ തൊട്ടു നിൽക്കുന്ന അഭിമാനം അല്ലേ. വികസനത്തിന്റെ ചിഹ്നമായ ദുബൈ ഫ്രീ, ഭാവിയിലെ കാഴ്ചയാകുന്ന വിസ്മയങ്ങൾ നിറഞ്ഞൊരു മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ, മിറാക്കിൾ ഗാർഡൻ, ആധുനികതയുടെ കൂടാരമായ മറീന, ദുബൈ മറീന, അങ്ങനെ വിസ്മയങ്ങൾ നിറഞ്ഞൊരു ചിന്തിപ്പിക്കുന്നതുമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര തവണ പോയാലും ഒട്ടും മടുപ്പ് തോന്നാത്ത ഒരു നഗരമാണ് ദുബൈ അല്ലെ. ദുബൈ ഒരു ഇൻസ്പയർ നഗരം തന്നെ. പുതുമകൾ നിറഞ്ഞൊരു ലോകം, തിരക്കുകളുള്ള ഒരു നഗരം. എത്രയോ മൂന്ന് പതിറ്റാണ്ടുകൾ അല്ലെ, ഈ 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എല്ലാം മരുഭൂമിയായിരുന്നു. നമ്മുടെ ദുബൈ ഫ്രെയിം തലയുയർപ്പോടെ എടുത്തു നിൽപ്പുണ്ട്. ഒരു വിൻഡോ പോലെ ദുബൈയുടെ പഴയ കാലവും ഭാവിയും തമ്മിൽ ഒത്തുചേരുന്ന സൗന്ദര്യം, ഭാവിയിലേക്ക് നോക്കുന്ന ഒരു ജനൽ, അതാണ് നമ്മളുടെ ദുബൈ ഫ്രെയിം, മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ, ഭാവിയിലെ സാങ്കല്പികമായിട്ടുള്ള കാഴ്ചകൾ. ഇതൊരു സാധാരണ മ്യൂസിയം അല്ല, ഇത് ഭാവിയെ സൃഷ്ടിക്കാൻ ഒരുക്കുന്ന മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. വളഞ്ഞ ആകൃതിയിലുള്ള അത്ഭുത കെട്ടിടം, അകത്ത് കയറിയാൽ നമുക്കിന്ന് അസാധ്യം എന്നതെല്ലാം നാളെ സാധ്യമായേക്കാം എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു മ്യൂസിയം. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരുഭൂമിയായിരുന്ന ഓരോ സ്ഥലവും ഇന്ന് ഒരു ഇന്റർനാഷണൽ സിറ്റി തന്നെ. ലോകത്തിലെ ഏറ്റവും ടൂറിസ്റ്റ് എത്തുന്ന നഗരങ്ങളിൽ ഒന്നാണ് ദുബൈ. ഓരോ പ്രാവശ്യവും വരുന്നവർക്കും പുതുമ നിറഞ്ഞ കാഴ്ചകളായിരിക്കും ഇവിടെ കാണാൻ കഴിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള കെട്ടിടം നമ്മുടെ ബുർജ് ഖലീഫ, ആകാശത്തെ തൊട്ടു നിൽക്കുന്ന അഭിമാനം അല്ലേ. ശരിക്കും പറഞ്ഞാൽ ദുബൈ ഒരു നഗരമല്ല, ഒരു അനുഭവമാണ്. എവിടെ നോക്കിയാലും അത്ഭുതങ്ങൾ നിറഞ്ഞൊരിടം, മനോഹരമായ കെട്ടിടങ്ങൾ. ആ ഓരോ കെട്ടിടങ്ങളുടെയും നിർമ്മിതി നമ്മളില് വിസ്മയങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാക്കുന്നു. 828 മീറ്റർ ഉയരത്തിൽ ആകാശത്തെ തൊട്ടു നിൽക്കുന്ന കെട്ടിടം. 163 നിലകളുള്ള ഈ കെട്ടിടം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമാണ്. 2010 ജനുവരി 4 ബുർജ് ഖലീഫയുടെ ഉദ്ഘാടനം. 2010 ജനുവരി 4 ഉദ്ഘാടനം ചെയ്ത 160 നിലകളോട് കൂടിയ ഈ ടവർ 95 കിലോമീറ്റർ ദൂരെ നിന്നും കാണാനാകും. അതായത് 95 കിലോമീറ്റർ ദൂരെ നിന്നും ഈ കെട്ടിടം നമുക്ക് കാണാൻ കഴിയും. 828 മീറ്റർ ഉയരമുള്ള ഈ കെട്ടിടം ഇന്ന് വരെ നിർമ്മിച്ചിട്ടുള്ള മനുഷ്യനിർമ്മിതികളിൽ ഏറ്റവും ഉയരം കൂടിയതാണ്. ദുബൈയിലെ കാഴ്ചകളെല്ലാം അതിമനോഹരമായി തന്നെയാണ്. ഓരോ ബിൽഡിങ്ങിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഭംഗി കൊണ്ട് മാത്രമല്ല വ്യത്യസ്തമായി നിൽക്കുന്നത്, ഓരോന്നിൻ്റെയും കൺസ്ട്രക്ഷനും അതിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ എല്ലാം ഡിഫറെൻ്റ് ആണ്. ദുബൈ മാൾ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ഒരിടം കൂടിയാണ് ദുബൈ മാൾ. ഷോപ്പിംഗ് മാത്രമല്ല, എന്റർടൈൻമെന്റിനും പറ്റിയൊരിടം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്ററുകളിൽ ഒന്നാണ് ദുബൈ മാൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർ സന്ദർശനം നടത്തുന്ന സെന്ററാണ് ദുബൈ മാൾ എന്നാണ് ദുബൈ മാളിന്റെ വിശേഷണം. വെറുതെ അല്ല, കഴിഞ്ഞ വർഷം ദുബൈ മാൾ സന്ദർശിച്ചവരുടെ കണക്ക് പുറത്തുവിട്ടതോടുകൂടിയാണ് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലം എന്ന വിശേഷണം ദുബൈ മാളിന് കിട്ടിയത്. അറേബ്യൻ ഐക്യനാടുകളിലെ 2ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ദുബൈ. ലോകത്തിന്റെ വാണിജ്യ തലസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരവും എമിറേറ്റുമാണ് ദുബൈ. കുറച്ചു കാലങ്ങൾ കൊണ്ട് തന്നെ സ്ഥിരമായ വളർച്ചയിലൂടെ ദുബൈ ഇന്നൊരു ലോക നഗരമായി, അതായത് ഗൾഫ് രാജ്യങ്ങളുടെ സാംസ്കാരിക വ്യവസായിക താവളമായി മാറിക്കഴിഞ്ഞു. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളും ഇവിടെ പാർക്കുന്നു. വ്യോമമാർഗമുള്ള ചരക്ക് ഗതാഗതത്തിന്റെ പ്രധാന ഇടത്താവളമാണ് ദുബൈ. 1960കളിൽ ദുബൈയുടെ പ്രധാന വരുമാന സ്രോതസ്സും വ്യാപാരവും എണ്ണ പരിവേഷണ ഗവേഷണത്തിൽ നിന്നുള്ള നികുതിയുമായിരുന്നു. 1966ൽ എണ്ണപ്പാടങ്ങളുടെ കണ്ടെത്തൽ ദുബൈ നഗരത്തിന്റെ ആദ്യകാല വികസനത്തിന് വഴിയൊരുക്കി. എന്നാൽ എണ്ണ ശേഖരം വളരെ പരിമിതവും സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ 5% മാത്രമായി പരിമിതമാണ്. കുറച്ചു കാലങ്ങളായി, അതായത് അടുത്ത കാലത്തായി തന്നെ ചില അത്യാധുനികവും അനന്യവുമായ വൻ നിർമ്മിതികൾ കൊണ്ട് ദുബൈ ലോക ജനശ്രദ്ധ പിടിച്ചുപറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കെട്ടിടമായ ബുർജ് ഖലീഫ പോലുള്ള കെട്ടിടങ്ങളും, കടൽ നികത്തി നിർമ്മിച്ച പാം ദ്വീപുകളും, വൻ ഹോട്ടലുകളും, വലിയ ഷോപ്പിംഗ് മാളുകളും അവയിൽ ഉൾപ്പെടുന്നു. 2007-2008 കാലത്തുണ്ടായ ലോക സാമ്പത്തിക മാന്ദ്യം ദുബൈയിലെ ഭൂവിനിമയ മേഖലയെ കാര്യമായി ബാധിച്ചു.
ശമ്പളം വെട്ടിക്കുറച്ചതും തൊഴിലില്ലായ്മയും ഇതിനാക്കം കൂട്ടി. എന്നാൽ പിന്നീടുള്ള കാലത്ത് ശക്തമായ സാമ്പത്തിക മുന്നേറ്റം അഥവാ തിരിച്ചുവരവിന് ദുബൈ സാക്ഷ്യം വഹിച്ചു. ഇതിന് അയൽരാജ്യങ്ങളുടെ സഹകരണവും ഉണ്ടായിരുന്നു. അറേബ്യൻ ഐക്യനാടുകളുടെ രൂപീകൃതം ആവുന്നതിന് ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുൻപ് ദുബൈ നഗരം നിലനിന്നിരുന്നു എന്നതായി എഴുതപ്പെട്ട രേഖകൾ നിലവിലുണ്ട്. ലോകപ്രസിദ്ധമായ നിർമ്മിതികൾ കൊണ്ടും മറ്റു വികസന പദ്ധതികൾ കൊണ്ടും പ്രത്യേകമായ കായിക വിനോദങ്ങൾ കൊണ്ടും ദുബൈ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരമുള്ള ലോകശ്രദ്ധകളെല്ലാം തന്നെ ദുബൈ ലോകത്തിന്റെ ഒരു വാണിജ്യ തലസ്ഥാനമായി മാറാൻ ഇടയാക്കി. എങ്കിലും നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ സംബന്ധമായ പ്രശ്നങ്ങൾ ലോകത്തിന് മുന്നിൽ ദുബൈ നിർമ്മാണ മേഖലയെ കുപ്രസിദ്ധമാക്കാനും ഇടയാക്കിയിട്ടുണ്ട്. 7000 വർഷങ്ങളോളം പഴക്കമുള്ള പുരാതനമായ കണ്ടൽ കാടുകളുടെ അവശിഷ്ടങ്ങൾ ദുബൈ ഇന്റർനെറ്റ് സിറ്റിയുടെ അഴുക്കുചാൽ നിർമ്മാണ വേളയിൽ കണ്ടെടുക്കുകയുണ്ടായി. ഈ പ്രദേശം 5000 വർഷങ്ങളോളം സമുദ്രതീരം പിൻവാങ്ങിയ ഭൂപ്രദേശം എന്ന രീതിയിൽ മണലിൽ പുതങ്ങി കിടക്കുകയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഇന്ന് നഗരത്തിന്റെ ഇപ്പോഴത്തെ തീരപ്രദേശത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. നല്ല ഈർപ്പവും ചൂടുമുള്ള കാലാവസ്ഥയാണ് ദുബൈയിൽ കൂടുതൽ കണ്ടുവരുന്നത്. പണ്ട് മണലാരണ്യമായ ഒരു സ്ഥലം ഇന്ന് ലോക ശ്രദ്ധ തന്നെ നേടിയ ഒരു നഗരമായി മാറാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ കെട്ടിട നിർമ്മിതികൾ. പല രൂപങ്ങളിലുള്ള എന്നാൽ എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന കെട്ടിട നിർമ്മാണ രീതിയാണ്. ദുബൈ ഒരു ഇൻസ്പയർ നഗരം തന്നെ. പുതുമകൾ നിറഞ്ഞൊരു ലോകം, തിരക്കുകളുള്ള ഒരു നഗരം. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എല്ലാം മരുഭൂമിയായിരുന്നു. ഇന്നോ ഒരു സിറ്റി തന്നെ. ലോകത്തിലെ ഏറ്റവും ടൂറിസ്റ്റുകൾ കൂടുതൽ എത്തുന്ന നഗരങ്ങളിൽ ഒന്ന്. ബുർജ് ഖലീഫ, ദുബൈ ഫ്രെയിം, ഫ്യൂച്ചർ മ്യൂസിയം, ദുബൈ മാൾ, അതുമാത്രമല്ല 7 സ്റ്റാർ ഹോട്ടലുകൾ വരെയുണ്ട് ഇവിടെ. എല്ലാവരുടെയും ഒരു ഡ്രീം പ്ലേസ് ആയിരിക്കും ദുബൈ അല്ലേ? ദുബൈ ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ കൊതിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. Let's go.
ദുബായ് സിറ്റി ടൂർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. എന്നാൽ ശരി, ഓക്കെ, ബൈ.